എല്ലാവർക്കും കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുമ്പളങ്ങക്കറിയാണ്. നമുക്ക് കുമ്പളങ്ങ നുറുക്കിയിട്ട് കാണാം. കുമ്പളങ്ങയൊക്കെ കഴുകിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു പച്ചമുളക്, ഒരു തക്കാളി, ഇത് വേവാനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിനി സ്റ്റൗ കത്തിച്ചു കൊടുക്കുക. നമ്മുടെ കറി വെച്ച് കൊടുക്കുക. നടച്ചു വെച്ച് കൊടുക്കുക. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. ഈ കറിക്കുള്ള അരപ്പിനുള്ള തേങ്ങ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചിയാണിത്, ഒന്ന് മുറിച്ചെടുത്തതാ. നമുക്കൊരു 4-5 വെളുത്തുള്ളി ചേർക്കാം. ഞാനിപ്പോ 1/4 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കുക. നമ്മുടെ കറിക്കനുസരിച്ച് തേങ്ങ എടുക്കണം കേട്ടോ. ഇതൊരുവിധം വലിയ തേങ്ങയുടെ ഒരു 1/4 മുറിയാണ്. നമുക്കിതിലേക്കൊരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തു, 1 ടീസ്പൂണ് ലേശം ഗരം മസാല ചേർത്തു, ഒരു ടീസ്പൂണ് മുളക് പൊടി. അപ്പോൾ നമ്മൾ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു ലേശം ഗരം മസാല, നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ കറിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൽ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മതി. സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. നമ്മുടെ കുമ്പളങ്ങ തക്കാളിയുടെ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതിൽ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കാം. നമുക്ക് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കാം. ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അരയ്ക്കാനുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ചത് ഒഴിക്കാം കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി അരപ്പും കൂടി ഒഴിക്കുക. നമുക്കിതിൽ ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ട്. ഒരു ലേശം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായി തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തിടാം. നമുക്ക് കറി ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം.
ചട്ടി വെച്ച് കൊടുക്കുക. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകിട്ട് കൊടുക്കുക. മുളകിട്ട് കൊടുക്കുക. നമ്മളൊരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില എത്ര വേണമെങ്കിലും ഇടാത്ത, ഇവിടെ ഉള്ളത് ഇട്ടോന്ന് മാത്രം. കറിവേപ്പില എത്ര ഇടുന്നതും നല്ലതാണ്. നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കിലോ കുമ്പളങ്ങ ഉണ്ടാവും. ഒരു തക്കാളിയും വെച്ച് നമ്മൾ കറി ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ കറി ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് ചോറുണ്ണാനൊക്കെ ഈ കറി മതി കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്.